നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ പൂർണ്ണമായും വായിക്കാത്തത് തീർത്തും ഒരു വിചിത്രമായ അസാധാരണമായ നടപടി എന്ന് തന്നെ വേണം പറയാൻ. തീർത്തും നാടകീയ രംഗങ്ങളാണ് സഭയിൽ കണ്ടിരുന്നത്. എന്തായാലും നിർഭൻ, ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതാണ്, സഭ പിരിഞ്ഞിരിക്കുന്നു. നിർഭൻ. അതെ കീർത്തി, ഈ പറഞ്ഞ 136ാമത്തെ ഭാഗം, അതായത് നയപ്രഖ്യാപനത്തിൻ്റെ 63 പേജുകളാണുള്ളത്. ഏകദേശം 2-2.25 മണിക്കൂർ സാധാരണ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർമാർ പൂർണ്ണമായി വായിക്കുമ്പോൾ നീണ്ടുപോകാറുണ്ട്. 136ാമത്തെ ഭാഗം അതാണ് ഗവർണർ വായിച്ച് അവസാനിപ്പിച്ചത്. നമ്മുടെ മഹത്തായ പൈതൃകം കെട്ടിടങ്ങളിലോ സ്മാരകങ്ങളിലോ അല്ലെന്നും മറിച്ച് ജനാധിപത്യം, മതനിരപേക്ഷത, ഫെഡറലിസം, സാമൂഹ്യനീതി എന്നീ കാലാതീതമായ മൂല്യങ്ങളോടും ഇന്ത്യൻ ഭരണഘടനയുടെ വിലമതിക്കാനാകാത്ത പൈതൃകത്തോട് നാം കാണിക്കുന്ന ബഹുമാനത്തിലും പരിഗണനയിലുമാണെന്നും നമുക്ക് ഓർക്കാം. ഇക്കാലം അത്രയും നമ്മുടെ രാഷ്ട്രത്തെ സംഘടിതവും ശക്തവുമായി നിലനിർത്തിയത് സഹകരണ ഫെഡറലിസത്തിൻ്റെ അന്തസത്തയാണ്. ഈ അന്തസത്തയ്ക്ക് ശോഷണം സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വൈവിധ്യവും വർണ്ണാഭവുമായ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ നാം ഒത്തൊരുമിച്ച് നമ്മുടെ പന്ഥാവിലുള്ള എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് സമഗ്രമായ വളർച്ചയുടെയും ഉത്തരവാദിത്വമുള്ള പ്രതിരോധശേഷിയുടെയും വർണ്ണകമ്പളം നെയ്തെടുക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനം. ജയ് ഹിന്ദ് ഇതോടുകൂടി അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം അവസാനിക്കുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ആകെ പേജുകളുടെ എണ്ണം പരിശോധിച്ചാൽ 63 പേജാണ്. സാധാരണ ഇത് വായിച്ചു തീർക്കാൻ ഏകദേശം 2 മണിക്കൂറോളം എടുക്കും. ഇത് പൂർത്തിയാക്കാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രസംഗം ആരംഭിക്കുന്നു, സഭയിലേക്ക് കടന്നു വരുന്നു. നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ മുഖവരയ്ക്ക് മുമ്പായി അദ്ദേഹം ആദരണീയായ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒപ്പം തന്നെ സ്പീക്കർക്കും അഭിവാദ്യം അർപ്പിക്കുന്നു. അതിനുശേഷം അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് കടക്കുന്നു എന്നാണ് ആ പ്രസംഗം ആരംഭിക്കുമ്പോൾ പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം നേരെ ഞാൻ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിലേക്ക് കടക്കുകയാണ് എന്ന് മുഖവുര പറയുന്നു. അപ്പോഴാണ് ഏവരും ഞെട്ടിയത്. സാധാരണ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ സാധാരണ ഈ ഭരണത്തിൻ്റെ ഈ ഭരണഘടനാപരമായ തലവൻ എന്ന നിലയ്ക്ക് ഗവർണർക്ക് നയപ്രഖ്യാപനത്തിൻ്റെ പൂർണ്ണമായി വായിക്കണം എന്നതാണ് സാധാരണ സർക്കാർ അംഗീകരിച്ച, മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനമാണ്. അത് പൂർണ്ണമായി വായിക്കണമെന്നതാണ് ഭരണഘടനാ ചുമതലയുള്ള തലവൻ എന്ന നിലയ്ക്ക് ഗവർണറിൽ ഉത്തരവാദിത്വമുള്ളത്. അത് സ്വാഭാവികമായി ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമായ വിയോജിപ്പുണ്ടെങ്കിൽ ആ ഭാഗം വായിക്കാതിരിക്കുക എന്നത് സംഭവിക്കാറുണ്ട്. അങ്ങനെ മുമ്പും കേരള നിയമസഭയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നയപ്രഖ്യാപന പ്രസംഗം പൂർണ്ണമായി വായിക്കാതെ അവസാനത്തെ ഒരു പാരഗ്രാഫ് മാത്രം വായിച്ച് ഗവർണർ മടങ്ങുന്നത് കേരള നിയമസഭാ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. അതിൻ്റെ ഞെട്ടൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെയുണ്ട്. സാധാരണ സഭയിലേക്ക് കടന്നു വരുമ്പോൾ സ്പീക്കറും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യ മന്ത്രിയുമാണ് അദ്ദേഹത്തെ സഭാ കവാടത്തിൽ നിന്നും സ്വീകരിച്ച് ആനയിച്ച് സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരിക. അത് ഇന്നുമുണ്ടായി. പൂച്ചണ്ട് നൽകി അദ്ദേഹത്തെ സ്വീകരിച്ച് സഭാഹാളിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം ഈ സാധാരണ ഇരുപക്ഷത്തെയും ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും അംഗങ്ങളെ അഭിവാദ്യം ചെയ്യാറുണ്ട്. ഇന്നതുണ്ടായില്ല. അദ്ദേഹം സഭയ്ക്കുള്ളിലേക്ക് കടന്നു വന്ന് സ്പീക്കറുടെ ചേംബറിലേക്ക് കയറി, ഒപ്പം തന്നെ ഡയസിലേക്ക് വന്നു. ഡയസിൽ നിന്ന് നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കുകയാണ് എന്ന് സ്പീക്കർ പറയുന്നു. ഒപ്പം തന്നെ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിക്കാൻ പ്രസംഗത്തിലേക്ക് ആദരണീയനായിട്ടുള്ള ഗവർണർ കടക്കുന്നു. പക്ഷേ അതിൽ ആദ്യം അഭിവാദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ സ്പീക്കർക്കും പ്രതിപക്ഷ നേതാവിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിച്ചു. ആരംഭിച്ചുടൻ തന്നെയാണ് അദ്ദേഹം കീർത്തി മുഖവരയായി പറഞ്ഞ് താൻ അവസാന പാരഗ്രാഫിലേക്ക് കടക്കുകയാണെന്ന്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങളെ സംബന്ധിച്ച് കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് രൂക്ഷമായ വിമർശനം ഈ ബഡ്ജറ്റിലുണ്ടാകും. ആ വിമർശന ഭാഗങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് വായിക്കാതിരിക്കാം. പക്ഷേ ഈ സഭാ ചരിത്രത്തിൽ, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി അദ്ദേഹം ഈ പറഞ്ഞ പരാമർശം മാത്രമെന്നല്ല, ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ പൂർണ്ണമായി വായിക്കാതെ സഭ വിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നതാണ്. ആ സഭാ സമ്മേളനം ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ഇനി കേരളം ചർച്ച ചെയ്യുക. കേരള നിയമസഭയിൽ ആദരണീയനായ ഒരു ഗവർണർ, സഭയുടെ ഭരണഘടനാപരമായി ചുമതലയുള്ള ഗവർണർ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നയം പ്രഖ്യാപിക്കേണ്ട ദിവസം ആ നയം പ്രഖ്യാപിക്കാതെ പൂർണ്ണമായി വായിക്കാതെ അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് ഇറങ്ങിപ്പോയി എന്നതാണ്. അത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ, അടുത്ത ദിവസങ്ങളിലും വലിയ സജീവമായ ചർച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം എന്താണ്, ഭരണപക്ഷത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്ന കാര്യവും വ്യക്തമാണ്. പാർലമെന്ററി കാര്യ മന്ത്രിയും നിയമമന്ത്രിയും ഒക്കെ അടുത്ത നിമിഷങ്ങളിൽ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതും ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ്. കീർത്തി.